ഹായ് ഹലോ കൂട്ടുകാരെ. പാർവത സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടുന്ന എന്തിനാണെന്ന് അറിയാമോ? അവൾക്കൊരു ഗിഫ്റ്റ് വന്നു. ഗിഫ്റ്റ് എന്ന് വെച്ചാ അമ്മ തന്നെ ഓർഡർ ചെയ്തതാണ് കേട്ടോ, അതായത് ഞാൻ തന്നെ. അവൾക്ക് കഴിഞ്ഞ ദിവസം അവളുടെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയപ്പോഴത്തേനും ഒരു പുലിക്കുട്ടീനെ കണ്ടു. അപ്പൊ അത് അവൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഭയങ്കര വാശി പിടിച്ച് കരച്ചിലായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങള് അന്ന് തന്നെ, അതായത് ഒരു 13-ാം തീയതി, ഈ മാസം 13-ാം തീയതി മീഷോയിൽ ഓർഡർ ചെയ്തു ഒരു പുലിക്കുട്ടീനെ, ഒരു പുലീനെയും ഒരു പപ്പീനെയും. അപ്പോൾ അത് വന്നത് ഇന്നാണ്. അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പം അത് അവൾക്ക് പൊട്ടിച്ച് അവളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവളുടെ ആ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് സാധിച്ചു കൊടുക്കുമ്പോഴത്തേനും അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് ഈ സമയത്തൊക്കെ തന്നെ നമുക്കത് അനുഭവിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പം വലുതായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് ഇപ്പോഴാണ്, ഈ ഒരു പ്രായത്തിലൊക്കെയാണ് അവരുടെ ആ ഒരു സന്തോഷവും അവരുടെ ആ ഒരു കളിയും ചിരിയും ഒക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇത് രണ്ടിനും കൂടി വെറും 176 രൂപ മാത്രമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പൊ അവള് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പം രണ്ടെണ്ണത്തിനും കൂടി ഇത്രയും വിലക്കുറവില് മീഷോയിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അധികം നല്ല ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കുമ്പോഴത്തേനും അവർ പെട്ടെന്ന് തന്നെ അത് എപ്പോഴും കളിച്ചില്ലാണ്ടാക്കും. അല്ലാതെ നമുക്ക് ഷോർട്ട് കേസിൻ്റെ അകത്ത് വെക്കാനും വണ്ടിയിലൊക്കെ വെക്കാനും ഒക്കെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പാറു ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവള് ഓരോന്നൊക്കെ ഇങ്ങനെ പറയാം, അമ്മ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നല്ലേ, താങ്ക് യു അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരുമ്പോഴേ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് വേറെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഒരു വരുമാനത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ നാളെ അതിന് പറ്റുമെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം പപ്പീനെ പോലെ ഇരിക്കുന്ന പപ്പിയുടെ വാവനെ കണ്ടപ്പോഴത്തേനും പപ്പി തുള്ളിച്ചാടിക്കൊണ്ട് അതിൻ്റെ കൂടെ കളിക്കാനായിട്ട് ഓടി വരെയാണ് കേട്ടോ. അപ്പോഴ് ചാടി അതിനെ കടിച്ചെടുക്കാനായിട്ടൊക്കെ നോക്കുകയാണ്. പുതിയ അതിഥി വന്നെന്ന് വിചാരിച്ചാണ് കേട്ടോ പുള്ളിക്കാരത്തി ഇരിക്കുന്നത്. അപ്പോൾ